കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വലിയ റൂമിന്റെ നിലത്ത് ഭിത്തിയിലേക്കായി ചാരിയിരിക്കുകയാണ് പീലി. ശേഖറും സേവ്യറും പോയതിനു ശേഷം ഒരു സ്ത്രീയാണ് വന്ന് അവളെ മുകളിൽ ഈ റൂമിൽ കൊണ്ടുവന്നാക്കിയത്. വെണ്ണക്കല്ലിൽ തീർത്തൊരു കൊട്ടാരത്തിൽ തടവിലാണ് താനിപ്പോൾ ഉള്ളതെന്ന് തോന്നിയവൾക്ക്. അല്ല, തോന്നലല്ല, അത് തന്നെയാണ് സത്യവും. എത്ര നേരം കടന്നുപോയെന്ന് ഇനിയും അറിയില്ല. മുന്നിലെ ആഴിയിൽ സൂര്യൻ പോയി മറയുന്നത് കണ്ണിമച്ചിമാതെ നോക്കിയിരുന്നവൾ. ഭ്രമിപ്പിക്കുന്ന ഒത്തിരി കാഴ്ചകൾ അവിടെ ഉണ്ടായിട്ടും അതിലൊന്നും മിഴികൾ അലയുന്നില്ല. ഇരുട്ട് വീണ് തുടങ്ങിയതും മുറിയിൽ തെളിയുന്ന അലങ്കാര വിളക്കുകൾക്കൊന്നും ഉള്ളിലെ അന്ധകാരത്തെ തുടച്ചു നീക്കാൻ കഴിയാത്തതുപോലെ പീലിയുടെ ചിന്തകൾ നാട്ടിലെ വീട്ടിൽ തുടങ്ങി ഇവിടെ കണ്ട ആ മനുഷ്യനിൽ വരെ എത്തി നിന്നു. നേരത്തെ കണ്ടതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. അയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവൾക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും അയാളെ ഭയമാണ്. മനുഷ്യനെ കടിച്ചു കയറി തിന്നാൻ പോലും മടിയില്ലാത്ത മൃഗം പോലും അയാളുടെ വാക്കുകൾ അനുസരിക്കും. ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു. മുന്നിലെ വലിയ വാതിൽ അവൾക്ക് മുമ്പിൽ ആരോ തുറന്നത് ഒരുമിച്ചായിരുന്നു. അകത്തേക്ക് കയറി വരുന്ന ആ വലിയ രൂപത്തെ കാണെ ഞെട്ടിലോടെ നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റ് പോയി പീലി. ഉള്ളിൽ നിറയുന്ന ഭയത്തോടെ തന്നെ തന്റെ പകുതി പോലില്ലാത്ത ആ പെണ്ണിനെ കണ്ണുകൾ കൊണ്ട് അളക്കുകയായിരുന്നു ഈശ്വര ആ നിമിഷം. തന്നെ പോലെ ഒരാളെ ആകർഷിക്കാൻ മാത്രം എന്തോ ഒന്ന് അവളിലുള്ളതുപോലെ. ഒരുപക്ഷെ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കത തന്നെയാവും. ഈശ്വർ അരിയിലേക്ക് വരുംതോറും പീലിയുടെ കണ്ണിലും മനസ്സിലും ഒരുപോലെ ഭയം നിറഞ്ഞു. താഴെ വെച്ച് കണ്ട ആ മൃഗത്തിനെ തന്നെയാണ് അവൾക്ക് ഓർമ്മ വന്നത്. എന്തിനോ ഒരു ഭയം. രാവണൻ കടത്തിക്കൊണ്ടുവന്ന സീതയുടെ അവസ്ഥയാണ് തനിക്കിപ്പോൾ എന്ന് അവൾക്ക് തോന്നി. പക്ഷേ രാവണൻ കാണിച്ച മാന്യത ഇയാൾ കാണിക്കണമെന്നില്ല. അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കൈകളും ഭിത്തിയിലായി വെച്ച് അവളെ ലോക്ക് ചെയ്ത് നിർത്തിയവൻ പീലി പിടച്ചിലോട് അവന്റെ മുഖത്തേക്ക് നോക്കി. തിളങ്ങുന്ന ഇളം കാപ്പി മിഴികൾ. ആരും കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ പോകുന്ന സൗന്ദര്യം അയാൾക്കുണ്ട്. മലയാളം പറയുന്നുണ്ടെങ്കിലും മലയാളിയുടേതായ യാതൊരു ചായവുമില്ല. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. വ്യക്തമായ ഉടലളവുള്ള രൂപം, ഇളം ചുവപ്പ് കലർന്ന നിറം. നോട്ടം ആ കണ്ണുകളിൽ ഉടക്കി നിന്നു. പീലി ഭയത്തോടെ മുഖം വെട്ടിച്ചു. എന്തു ചെയ്യണം, അവനോട് എന്തു പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതിലേറെ ഇതുപോലൊരു സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു അനുഭവം. ഏട്ടനും അച്ഛനും ഒന്നും അല്ലാത്ത ഒരാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അരികിൽ വന്ന് നിൽക്കുന്നത്. അവളുടെ ഹൃദയം തുടികൊട്ടുന്ന പോലും അവന് കേൾക്കാമെന്നുള്ള അവസ്ഥയിലായിരുന്നു. അത്രമേൽ ഭയം. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയിൽ മുഴങ്ങി കേൾക്കുന്ന അവന്റെ സ്വരം. അറിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയവൾ. തന്നിൽ തട്ടി അകന്നു പോകുന്ന അവന്റെ ചുടുനിശ്വാസം. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരാൾക്കൊപ്പം ഒരു വർഷം താൻ തികച്ച് ജീവിക്കില്ല, ഉറപ്പായിരുന്നു പീലിക്ക്. ഈശ്വറിന്റെ കണ്ണുകൾ അവൾ തന്നെയായിരുന്നു ആ നിമിഷവും. അവളെ തന്റെ കയ്യിലിട്ട് ഞെരിച്ചു കളയാൻ തോന്നുന്ന പോലൊരു വികാരം തന്നിൽ നിറയുന്നു. ഇന്നോളം ആരോടും ഒന്നിനോടും തോന്നാത്തൊരു വികാരം. പുറം കൈ കൊണ്ട് അവളുടെ ചുവന്ന തൊടുത്ത കവളിൽ പതിയൊന്ന് തഴുകി നോക്കിയവൻ ഒരു തൂവലിൽ തൊട്ടൊഴിയുന്നത് പോലെ. കണ്ണുകൾ വലിച്ചു തുറന്നവനെ ദയനീയമായി നോക്കിപ്പോയിരുന്നു പീലി. അവളുടെ നോട്ടം കണ്ട നിമിഷം തഴുകിയ കൈകൾ കൊണ്ട് തന്നെ അവളുടെ കവളിൽ പൊതിഞ്ഞു പിടിച്ചതും ഉള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്വാസം ഒരേങ്ങിലോട് അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. മേൽച്ചുണ്ടിൽ പൊടിഞ്ഞുടങ്ങിയ വിയർപ്പ് തുള്ളിയിലേക്ക് അവനൊരു കൊല്ലുന്ന ചിരിയോടെ നോക്കി. അടുത്ത നിമിഷം മറുകൈ അവളുടെ കവിളിലൂടെ ഇഴഞ്ഞ് കഴുത്തിൽ അമർന്നു. ചുണ്ടുകൾ ലക്ഷ്യമാക്കി അവൻ മുഖം അടുപ്പിച്ചു വന്നതും പീലി മുഖം വെട്ടിച്ചു. വാട്ട്? അവന്റെ മുഖം ചുളിഞ്ഞു. കണ്ണുകൾ കുറുകി. ഒരു നിമിഷം പീലി കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. ഇപ്പൊ ഇതൊന്നും പറ്റില്ല സർ. പതിഞ്ഞെങ്കിൽ അത്രയും ഉറപ്പേറിയ അവളുടെ സ്വരം. അവന്റെ മുഖത്തൊരു കൗതുകം നിറഞ്ഞു. വൈ? നമ്മൾ തമ്മിലുള്ള കോണ്ടാക്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? അതൊക്കെ സമ്മതിച്ചല്ലേ വൈക്ക് എനിക്ക് മുമ്പിൽ നിൽക്കുന്നത്? ഒരു കൈയാൽ അവളെ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളുടെ നോട്ടം കൂടുതൽ തീക്ഷ്ണമായി. അതെ, പക്ഷെ കല്യാണം കഴിഞ്ഞില്ല സർ. ഒരു വർഷം ഭാര്യയായിരിക്കുന്ന ഞാൻ പറഞ്ഞത്. ഇപ്പോ ഈ നിമിഷം വരെ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. മുന്നിൽ കാണുന്ന ശൂന്യതയിൽ നിന്നും സ്വരുക്കൂട്ടിയെടുത്ത ധൈര്യമുണ്ടായിരുന്ന ആ വാക്കുകളിൽ ഒരു നിമിഷം ഈശ്വരന്റെ കണ്ണുകളുടെ മിഴികളിൽ തറഞ്ഞു നിന്നുപോയി. ഇമകൾ വെട്ടിച്ചു മാറ്റാതെ അവളും വല്ലാത്തൊരു ഭാവത്തോടെ അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു പോയിരുന്നു. ആ നിമിഷം അവളെ പൂർണ്ണമായും പഠിച്ചെടുക്കുന്ന പോലൊരു നോട്ടം. ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ എതിർത്ത് സംസാരിക്കുന്നത്, വാക്കുകൾ കൊണ്ട് തടയിടുന്നത്. അതിൻ്റെ ഒരു അത്ഭുതം. അവന്റെ തീക്ഷ്ണമായ കണ്ണുകൾ തെല്ലു അവളിൽ നിന്ന് വ്യതിചലിച്ചില്ല. വാശിയോ ദേഷ്യമോ ധൈര്യമോ ഒന്നും ആയിരുന്നില്ല അവളിലെന്ന് അവനൊരു നിമിഷം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. നിസ്സഹായത, നിവൃത്തികേടിൻ്റെ അങ്ങേയറ്റം. അത് തിരിച്ചറിയ വല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു പോയവനിൽ. അവളിൽ അവൻ കാണാൻ ആഗ്രഹിക്കുന്ന ഭാവങ്ങൾ ഇതൊക്കെയാണ്. തനിക്ക് കീഴിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവൾ, തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൾ, പൂച്ചയിലിയെ തട്ടിക്കളിക്കുന്ന പോലൊരു വിനോദം. സോ ഭാര്യയാവുന്ന നിമിഷം മുതൽ ഇതൊക്കെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് റൈറ്റ്? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൾക്ക് അഭിമുഖമായ അവൻ്റെ മുഖവും താഴ്ന്നു വന്നു.
മദ്യത്തിന്റെ രൂക്ഷഗന്ധ നാസികയിലേക്ക് തുളച്ചു കയറിയ നിമിഷം അസഹനീയതയോടെ മുഖം തിരിച്ചു കളഞ്ഞു പീലി. ഇതൊന്നും അവൾക്ക് പരിചിതമുള്ളതല്ല. അച്ഛനും ഏട്ടനും ആരും മദ്യപിക്കില്ല. അവൾക്ക് പരിചയമുള്ളവർ ആരും ഇയാളെപ്പോലെ ഒരാൾ ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും വന്നുവിട്ടത് വലിയൊരു കുരുക്കിലാണെന്ന് മാത്രം അവൾക്കറിയാം. അതഴിക്കും തോറും ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമെന്നും. അവളുടെ അവസ്ഥ മനസ്സിലായതും ഒരു കൈകൊണ്ട് ആ മുഖം ബലമായി പിടിച്ച് വീണ്ടും തനിക്ക് നേരെ തിരിച്ചു പിടിച്ചവൻ. മുന്നിൽ നിൽക്കുന്നവനോട് അവൾക്ക് വല്ലാത്ത വെറുപ്പും അതിലേറെ ഭയവും തോന്നിപ്പോയിരുന്നു. എതിർക്കാൻ ശേഷിയില്ലാത്ത, സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്നവൻ ഒരു മനുഷ്യനല്ല. അയാൾ ഒരിക്കലും അങ്ങനെ കാണാൻ സാധിക്കില്ല. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അയാളെ വാക്കുകൾ കൊണ്ടെങ്കിലും തോൽപ്പിക്കാൻ തോന്നിപ്പോയിരുന്നു പീലിക്ക്. പക്ഷേ കഴിയില്ല. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തു പോയത് തൻ്റെ ഏട്ടനാണ്. നഷ്ടം സംഭവിച്ച അയാൾക്കാണ്. അതിനു പകരം എന്ത് ചെയ്യാമെന്ന് വാക്ക് കൊടുത്ത് താനും. പിന്നെ അയാളെ പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഒരേ സമയം അവനെ വെറുക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് പീലി. അവളുടെ ചിന്തകൾ അത്രയും മറ്റെവിടെയാണെന്ന് തോന്നിയ നിമിഷം അവളുടെ കവിളിൽ പിടിച്ച അവൻ്റെ കൈകളുടെ ശക്തിയൊന്നേറി. മുഖം ചുളിച്ച് ഇരു കൈകൾ കൊണ്ട് അവൻ്റെ ബലിഷ്ഠമായ കൈകളിൽ അവിടെ പിടുത്തം വീണു. ഇതൊക്കെയാണ് ഞാൻ. നിന്റെ ഇഷ്ടത്തിന് ഞാനല്ല, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വേണം നീ നിൽക്കാൻ. മുഖം വീണ്ടും അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഭയത്തോടെ അവനെ നോക്കി നിന്നവൾ. ചുവന്നു വരുന്ന അവൻ്റെ കണ്ണുകൾ, വലിഞ്ഞു മുറുകിയ മുഖം, ചുണ്ടിലെ വന്യമായ പുഞ്ചിരി. മനസ്സിലായോ നിനക്ക്? കവിളിലെ പിടി അയച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അറിയാതെ സമ്മതം മൂളിയവൾ. ഈശ്വരിൽ വല്ലാത്തൊരു ആനന്ദമായിരുന്നു ആ നിമിഷം. ഇന്നോളം ആർക്കും ഒന്നിനും നൽകാനാവാത്ത പോലൊരു ലഹരി അവളുടെ കണ്ണുനീരിൽ പോലും അവൻ കണ്ടെത്തി. ഒരിക്കൽ കൂടി അവൻ അവളെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം പീലിയെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലെ നനവിലൂടെ അവൻ്റെ ചൂണ്ടുവിരൽ ചലിച്ചു. ചലിക്കാൻ പോലും ആവാതെ നിന്നതേയുള്ളൂ പീലി. ഇറ്റ്സ് റിയലി ഹോട്ട് വൈക. നീ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കിത് നേരിട്ട് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പറയുന്നതിനൊപ്പം അതിരങ്ങൾ അവൻ്റെ വിരലുകൾക്കുള്ളിൽ കിടന്ന് ഞെരിഞ്ഞു. പക്ഷേ നീ പറഞ്ഞാണ് ശരി. ഭാര്യ ആവട്ടെ, എന്നിട്ടറിയാം. അവളെ അടിമുടി കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞവൻ പറഞ്ഞതും ഒരു നിമിഷം മരണത്തെ പോലെ അവൾ ആഗ്രഹിച്ചു പോയിരുന്നു. ഈ മൃഗത്തിനു മുമ്പിൽ കീഴടങ്ങാൻ മനസ്സ് അനുവദിക്കാത്ത പോലെ. ടേക്ക് കെയർ മൈ സ്വീറ്റ് ഹാർട്ട്. ഇന്നത്തെ രാത്രി നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കുക. നാളെ മുതൽ പറഞ്ഞു പൂർത്തിയാക്കാതെ പതിയൊന്ന് ചിരിച്ചവൻ. അതേ ചിരിയോടെ തന്നെ ആ വലിയ വാതിൽ കടന്നവൻ പുറത്തേക്ക് പോകുന്നുണ്ടതും ഉറക്കെ കരഞ്ഞുകൊണ്ട് ഭിത്തിയിലൂടെ ഊർന്നിറങ്ങിയവൾ. പേടിയും സങ്കടവും നിസ്സഹായതയും എല്ലാം കൂടിച്ചേർന്നൊരു ചുഴിയിൽ അകപ്പെട്ടതുപോലെ. വീണ്ടും സമയം കടന്നുപോയി. വിശപ്പോ ദാഹമോ ഒന്നും അറിയാതെ അവളും കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ നീറി പുകയുന്ന പോലെ. അതുപോലെ തലയും വേദനിക്കുന്നു. ഓരോന്ന് ചിന്തിക്കുന്തോറും കൂടുതൽ കൂടുതൽ തളർന്നു പോവുകയായിരുന്നു പീലി. ഏറെ നേരത്തിന് ശേഷം വീണ്ടും ആ വാതിൽ തട്ടിത്തുറക്കുന്ന ശബ്ദം കേട്ടതും ഞെട്ടലോടെ അവിടെ നോട്ടം അവിടേക്കായി. വീണ്ടും അയാളാണോ വരുന്നതെന്നുള്ള ഭയം. പക്ഷെ അവിടെ ആ ഭയത്തിന് മുകളിൽ ആശ്വാസം എന്ന പോലെ കയറി വന്നത് നേരത്തെ അവളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സ്ത്രീയാണ്. 30 വയസ്സിന് മുകളിൽ പ്രായം കാണും അവർക്ക്. റോസ് നിറമുള്ള ഫുൾ സ്ലീവ് സൽവാറാണ് വേഷം. അതിൻ്റെ ഷോള് തലയിൽ കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ നെറ്റിയിൽ പൊട്ടും നെറുകയിൽ സിന്ദൂരവുമുണ്ട്. അവരൊരു നോർത്ത് ഇന്ത്യൻ സ്ത്രീയാണെന്ന് അവൾക്ക് മനസ്സിലായി. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അവൾക്ക് ഭാഷയും അറിയില്ല. അതുപോലെ അതിനുള്ള അവസ്ഥയിലുമല്ല ഇപ്പോൾ. അവരവളെ മുഖമുയർത്തി നോക്കാൻ പോലും തുനിഞ്ഞില്ല എന്ന് മറ്റൊരു സത്യം. കഴിക്കാനുള്ള ഭക്ഷണം, കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിർവികാരതയോടെ അവളുടെ മിഴികൾ അതിലേക്കെല്ലാം പാഞ്ഞു. കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആടിന് വെള്ളം കൊടുക്കുന്ന പോലൊരു ചടങ്ങ്. താനും ഇപ്പോൾ ഏറെക്കുറെ ആ അവസ്ഥയിലാണ്. ഈ രാത്രി പുലർന്നാൽ അയാളുടെ കീഴിലായിരിക്കും തൻ്റെ ജീവിതം. ആ കണ്ണുകളിൽ കണ്ടതാണ് തന്നോടുള്ള അഭിനിവേശം. എന്തൊക്കെ ചെയ്യുമെന്ന് പോലും പറയാനാവില്ല. ഏറെ നേരം കഴിഞ്ഞിട്ട് അവളിൽ നിന്ന് അനക്കൊന്നില്ലാതെ വന്നു. മറ്റു മാർഗങ്ങളില്ലാതെ ആ സ്ത്രീ അവളെ മുഖമുയർത്തി നോക്കി. മാം പ്ലീസ്, കുളിച്ച് ഈ വസ്ത്രം ധരിച്ച് ആഹാരം കഴിക്കൂ. അവളുടെ നൃത്തവാവസ്ഥയും എല്ലാവരിൽ വേദന നിറച്ചുവെങ്കിൽ പോലും ഏൽപ്പിച്ച ജോലി ചെയ്തേ മതിയാവൂ. അവർ മലയാളിയല്ല എന്ന് കരുതിയുന്ന പീലി തെല്ലൊരു അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നുപോയി. എൻ്റെ ഹസ്ബൻഡ് യുപിക്കാരനാണ് മാം. അവളുടെ കണ്ണിലെ ചോദ്യവും നോട്ടത്തിൻ്റെ അർത്ഥം കൂടി മനസ്സിലായതും പതിയെ പറഞ്ഞവർ. എന്തിനെന്ന് പോലും അറിയാത്തൊരു ആശ്വാസം അവളിൽ നിറഞ്ഞു. അവർ തന്നെ മാഡം എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ അസ്വസ്ഥതയും. മാം പ്ലീസ്, ഇല്ലെങ്കിൽ സാറ് വീണ്ടും വരും. വീണ്ടും യാചിക്കുന്ന പോലെ അവർ പറഞ്ഞു. പീലിയൊന്ന് ഞെട്ടിപ്പോയി. വീണ്ടും ഒരിക്കൽ കൂടി അവനെ കാണുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്ക് ആ നിമിഷം തോന്നിയില്ല. കൂടുതലൊന്നും ആലോചിക്കാതെ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ ആ ഡ്രസ്സ് കയ്യിലെടുത്തു. തലകുനിച്ച് നിൽക്കുന്ന ആ സ്ത്രീയെ ഒരിക്കൽ കൂടി ദയനീയമായി നോക്കിയവൾ. വാഷ്റൂം അവിടെയാണ്. അതേപോലെ നിന്നുകൊണ്ട് അവർ വിരൽ ചൂണ്ടിക്കാണിച്ചതും പീലി പതിയെ അവിടേക്ക് നടന്നു. അവരോട് താനൊന്നും ചോദിക്കരുതെന്നുള്ള നിർബന്ധമുള്ള പോലെ തോന്നിയിരുന്ന അവൾക്ക്. അല്ലെങ്കിൽ തന്നെ എന്ത് ചോദിക്കാനാണ്? താനായി വന്നുപെട്ടതാണ്. 1 വർഷം ഇതുപോലൊക്കെ തന്നെയാണ് തൻ്റെ ജീവിതം.
അതേ നിമിഷം തന്നെ എല്ലാം ഏട്ടൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള സങ്കടോളം പൊതിഞ്ഞു. ഏട്ടന് വേണ്ടി ഇയാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്നറിഞ്ഞാൽ ഒരിക്കലും ഏട്ടന് സഹിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ആ നിമിഷം ഒന്നും ഒരിക്കലും വിഷ്ണു അറിയാൻ പാടില്ലെന്ന് അവൾ ഉറച്ച തീരുമാനം എടുത്തു. ഏട്ടനെ അറിയിക്കരുതെന്ന് അയാളോട് പറയണമെന്ന് കൂടി ഓർത്തു വെച്ചു. തനിക്കൊരിക്കലും ഇണങ്ങാത്ത വേഷവും ദഹിക്കാത്ത ഭക്ഷണമൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് തോന്നിപ്പോയിരുന്നു പീലിക്ക്. ഇട്ടിരിക്കുന്ന നൈറ്റ് വെയറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണത്തിലേക്കൊക്കെ ദയനീയമായി നോക്കിയവൾ ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചു തുടങ്ങിയവൾ താൻ കഴിച്ചു തീരുവോളം കാത്തിരിക്കുന്ന സ്ത്രീയെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളൊരു ചിന്ത മാത്രമേ പീലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പേര് പോലും അറിയാത്ത ആ ഭക്ഷണം മുഴുവൻ ഒരുവിധം കഴിച്ചു തീർത്തുകൊണ്ട് അതുമായി എഴുന്നേറ്റ് കൈ കഴുകാനായി വാഷ്റൂമിലേക്ക് നടക്കുന്നവളെ തടഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. പീലിയാകെ വല്ലാതെയായി. ഇതൊന്നും അവൾക്ക് ശീലമില്ലാത്തതാണ്. ചുറ്റുമുള്ളതൊക്കെയും ശ്വാസം മുട്ടിക്കുന്ന പോലൊരു പ്രതീതി. ആകെ മൊത്തം വല്ലായ്മയോടെ അവളുടെ നോട്ട് അവരിലേക്കായി. പ്ലീസ്, ഞാൻ കഴിച്ച പാത്രം കഴുകി വെക്കുന്നതിൽ പോലും എന്തിനാ ഇങ്ങനെ? മാം, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ട്. മാം ഇതൊക്കെ ചെയ്യുന്ന സാറ് കണ്ട അവരുടെയും എൻ്റെയും ജോലി ഒരുപോലെ പോകും. അതുകൊണ്ട് ദയവായിട്ട് പറഞ്ഞനുസരിക്കണം. അതിൽ കൂടുതൽ തർക്കിക്കാൻ അവൾക്കും വയ്യായിരുന്നു. ഇനിയുള്ള ഒരു വർഷം അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമാണ് തൻ്റെ ജീവിതമെന്ന് പീലിക്കും ഇപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട്. അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പാത്രം അവർക്ക് നേരെ തന്നെ നീട്ടിയതും അത് വാങ്ങി പുറത്തേക്ക് പോകുന്നവരെ നോക്കിക്കൊണ്ട് പീലിയും വാഷ്റൂമിലേക്ക് നടന്നു. ആ രാത്രി പിന്നെ ഈശ്വർ റൂമിലേക്ക് വന്നില്ലെന്നുള്ള ആശ്വാസത്തിലായിരുന്നു പീലി. അത്രയും ദിവസത്തെ തളർച്ചയും ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ച് തോറ്റുപോയവൾ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും നാടും വീടും ഏട്ടനും അച്ഛനും അമ്മയ്ക്കൊപ്പമുള്ള നല്ല നിമിഷങ്ങളുമായിരുന്നു അവളുടെ മനസ്സിൽ. അച്ഛനെയും അമ്മയും തങ്ങളിൽ നിന്ന് തിരിച്ചു വിളിച്ച ദൈവത്തിനോട് പോലും അവൾക്ക് പരിഭവം തോന്നി. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഏട്ടൻ ഒരിക്കലും പഠിത്തം ഉപേക്ഷിച്ച് ഈ നാട്ടിലേക്ക് ജോലി തേടി വരില്ലായിരുന്നു. ഇതുപോലൊരു ചതി ഏട്ടന് സംഭവിക്കില്ലായിരുന്നു. അതിലേറെ ഒരിക്കലും ഇയാൾക്ക് മുമ്പിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയും തനിക്ക് ഉണ്ടാവില്ലായിരുന്നു. പൂർണ്ണമായ ഒരു ഉറക്കത്തിലേക്ക് പോകുമ്പോഴും അതൊക്കെ തന്നെയായിരുന്നു പീലിയുടെ ചിന്തകൾ. ഷവറിന്റെ കീഴിൽ ഭിത്തിയിലേക്ക് കൈകളൂന്നി അവൻ നിന്നു. പുറമൊന്നാകെ പടർന്നു കിടക്കുന്ന ടാറ്റൂവിലൂടെ വെള്ളത്തുള്ളികൾ താഴേക്ക് ഒഴുകി. രാത്രി ഏറെ നേരമായിരിക്കുന്നു. ഉള്ളിലെ ചിന്തകൾക്കും വികാരങ്ങൾക്കുമെല്ലാം ചൂട് പിടിച്ച് തുടങ്ങിയതവൻ അറിഞ്ഞു. ഒരു ചുമരിനും അപ്പുറമുള്ള പെണ്ണിനോട് തോന്നുന്ന അഭിനിവേശം. എത്രയോ പെണ്ണുങ്ങളെ കണ്ടിരിക്കുന്നു. ആരെയും സ്വന്തമാക്കണമെന്നോ ആരിലും തന്റെ കാമം തീർക്കണമെന്നോ ഇന്നോളം തോന്നിയിട്ടില്ല. തന്നിൽ അടിമപ്പെട്ടുകൊണ്ട് നോക്കുന്ന സ്ത്രീകൾക്കിടയിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു ഭയത്തോടെ നോക്കുന്നു. കണ്ണുകൾ നിറച്ച് യാചിക്കുന്നു. 10 അടി അകലെ പോലും നിൽക്കാൻ ഭയം കാണിക്കുന്നവർക്കിടയിൽ ആദ്യമായി ഒരുവൾ സീമകളെല്ലാം മറികടന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവളുടെ രൂപത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തവൻ ഉള്ളിൽ അവളോട് തോന്നി തുടങ്ങിയ തിളച്ചുമറിയുന്ന വികാരങ്ങൾക്ക് മുകളിൽ ശരീരത്തെ നനച്ച് പെയ്യുന്ന വെള്ളത്തുള്ളികൾക്ക് പോലും തണുപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. പ്രണയമൊന്നും ആയിരുന്നില്ല അവനിൽ. കേവലം ഉടലിനോട് തോന്നുന്ന മോഹം. ആ രാത്രി കടന്നുപോകാൻ ദൈർഘ്യമേറിയതുപോലെ തോന്നിയവന് ഒന്നിനു വേണ്ടിയും ഇത്രമേൽ കാത്തിരുന്നിട്ടില്ല, ക്ഷമ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു കാത്തിരിപ്പിന് മധുരമേറുന്നത് പോലെ, കാത്തിരിക്കും തോറും അവനിലെ മോഹം ഏറുന്നത് പോലെ. തൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന അവളുടെ ചുണ്ടുകളുടെ മൃദുലത ഓർക്കവേ അവനിൽ വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അന്ന് കടൽ പതിവിലും പ്രക്ഷുബ്ധമായിരുന്നു. തിരമാലകളുടെ തീവ്രത കൂടിയതുപോലെ വല്ലാത്തൊരു ഭ്രാന്തമായ ആവേശത്തിൽ തിരകൾ തീരത്തെ വന്ന് പുൽകുന്ന നോക്കി നിൽക്കുകയാണ് പീലി. ഉറക്കമുണർന്ന മുതൽ തുടങ്ങിയതാണ് ഈ നിൽപ്പ്. ഇന്നു മുതൽ തന്റെ വിധി അയാളുടെ കൈയാൽ തിരുത്തി എഴുതാൻ പോവുകയാണ്. കണ്ണുനീർ പറ്റിയ മിഴികളുമായി അവൾ കടലിലേക്ക് തന്നെ മിഴികൾ പായിച്ച് നിന്നു. എക്സ്ക്യൂസ് മീ മാം. ഇന്നലെ കേട്ട അതേ സ്ത്രീയുടെ ശബ്ദം. എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയെന്നവൾ ഒരു ഞെട്ടലോടെ അവരെ നോക്കിപ്പോയി. തലയനത്തെ പോലൊരു ചുരിദാർ തന്നെയാണ് അവരുടെ വേഷം. അതിന്റെ ഷോള് തലയിൽ കൂടി ഇട്ടിരിക്കുന്നു. മാം കുളിച്ചൊന്ന് ആഹാരം കഴിക്കൂ. മാഡത്തിന് റെഡിയാക്കാനുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പം എത്തും. അവർ അവസാനം പറഞ്ഞു നിർത്തിയ വാക്കുകളിൽ പീലി ഒരു ഞെട്ടിലോടെ അവരെ നോക്കി നിന്നുപോയി. പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടിയും വല്ലാത്തൊരു ഭയം അവൾ വന്ന് മൂടി. ഒരു കല്യാണം എന്നുള്ള കാര്യം തൻ്റെ വിദൂര ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് പീലി ഓർത്തുപോയി. ആ താൻ ഇന്നൊരു വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പോകുന്നു. കണ്ണുകൾ വീണ്ടും നിറഞ്ഞുടങ്ങിയതും മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവരനുസരിച്ചു പീലി. അല്ലെങ്കിൽ തന്നെ എന്ത് തീർപ്പ് കാണിക്കാനാണ്? എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയല്ലേ. അയാൾക്ക് അയാളുടെ പണം കിട്ടണം, തനിക്ക് തൻ്റെ ഏട്ടനെയും. ഓരോന്നോർത്തുകൊണ്ട് ദീർഘമായ നിശ്വസ്തതയുള്ള പീലി. ഉള്ളിലൊരു കടലിരുമ്പുമ്പോഴും പുറമേക്ക് ശാന്തമായിരിക്കാൻ അവൾ ശ്രമിച്ചു. ടിഷ്യൂ മോഡൽ സെറ്റ് സാരിയിലും മിതമായ ആഭരണങ്ങളിലും അവൾ അതിസുന്ദരിയായിരുന്നു. ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവളൊരു ദേവിയെപ്പോലെ അണിയിച്ചൊരുക്കിയത്. സാറിൻ്റെ ഓർഡർ ആയിരുന്നു മാം. കേരള സ്റ്റൈലിൽ തന്നെ മാമിനെ ഒരുക്കണമെന്നത്. അറബിയും ഇംഗ്ലീഷും കൂടി ചേർന്ന ആർട്ടിസ്റ്റിന്റെ വാക്കുകൾ മനസ്സിലാവാതെ കണ്ണും മിഴിച്ചു നിന്നവൾക്ക് അവിടെ ആയായി നിൽക്കുന്ന ലേഡി തന്നെയാണ് ആ വാക്കുകൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത്. അയാളുടെ ആഗ്രഹമാണ് ഇതൊക്കെയെന്ന് കേട്ടതും അത്ര നേരം മറന്നിരുന്നടിച്ച ഭയം വീണ്ടും അവൾ വന്ന് പൊതിഞ്ഞു. കഴുത്തിലെ മണിച്ചേനിൽ കൊരുത്ത ദേവിയുടെ ചിത്രമുള്ള കോയിൻ ലോക്കറ്റിൽ അവളുടെ കൈകൾ മുറുകി.
അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയാണത്. അവർ തന്നെന്ന് പറയാൻ ഇന്ന് അതുമാത്രമേ അവളിൽ അവശേഷിച്ചിരുന്നുള്ളൂ. അതഴിച്ചു മാറ്റാൻ ആരെയും അവൾ അനുവദിച്ചിരുന്നില്ല. മാം വരൂ, ഇനി വയ്യ ശരിയാവില്ല. എന്തോ ആലോചിച്ച് നിൽക്കുന്നവളോടായ സ്ത്രീ പതിയെ പറഞ്ഞതും അവരെ നോയിക്കൊണ്ട് അവൾക്കൊപ്പം താഴേക്ക് നടന്നവൾ പടികളിറങ്ങി ചെല്ലുമ്പോൾ ഒരിക്കൽ പോലും ചുറ്റുമുള്ള ആരെയും മുഖമുയർത്തി നോക്കിയില്ല പീലി. ഗ്രേ നിറമുള്ള യൂണിഫോം വസ്ത്രത്തിൽ ചുറ്റും അവന്റെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. താഴെ ലിവിങ്ങിലെത്തിയപ്പോൾ മാത്രം പീലി ഒരു ഞെട്ടലോടെ മുഖമുയർത്തി ചുറ്റും നോക്കി. അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് ഓർമ്മ വന്ന് തലേന്ന് കണ്ട ആ മൃഗത്തെയും അതിൻ്റെ ആരെയും ഭയപ്പെടുത്തുന്ന മുരൾച്ചയുമാണ്. അതിനെപ്പോലും അനുസരിപ്പിച്ച് നിർത്തിയ അയാളെയും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.